അബൂ സുഫിയാനെ പറ്റി പറയുന്നുണ്ട്. അൻവാറുൽ ബസർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, വകാന മിൻ തുജാരിഹിം സബ്ഊന അല സൈഹി ഖീല അർബഊന വകാന മിൻ തുജാരിഹിം സബ്ഊന 70 ആൾമാരായ കച്ചവട സംഘം ആ ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് വരുന്നുണ്ട്. അതിന്റെ നേതാവ് ആരാണ്? കച്ചവട സംഘത്തിന്റെ നേതാവ് ആരാണ്? അബൂ സുഫിയാൻ. അയാളെ കയ്യിലുള്ള സ്വത്തുക്കൾ വേണമെങ്കിൽ പൊന്ന് കിട്ടണമെങ്കിൽ അത് തരാം, അതല്ലെങ്കിലോ ആ മനയുടെ അപ്പുറത്തുള്ള ശത്രുക്കളെ തലകൾ കിട്ടും. എന്താ വേണ്ടതെന്ന് ആയത്തിറങ്ങുമ്പോ റസൂലുള്ള ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്താ വേണ്ടത്? അപ്പൊ പറയാണ്, ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പറയാണ്, അതാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ട ചൂടർ കണ്ടി തീളം ചോദി ഭയപ്പെട്ടുള്ള കനക പുലിഫാറൂഖി സന്ധിയ സഫിയല്ലാഹേ സഫിയല്ലാഹേ. അതിന്റെ മുമ്പ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞു, ബിന്ദീലൂറ്റ് ഫീമിക്കാൻ കൊടുത്തേ വീര കരുസീപ്പൾ ഹബീബുല്ലാഹേ ഹബീബുല്ലാഹേ. இந்த நன்மைகள் உண்மை கொண்டு உணர்வின் வேகம் நிகழார் நீராமர் செய்யும் பாடி போலுக்க പാടി പോലൊക്ക. സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതേ ബിന്ദിൽ രസം തുറ്റ് സെണിക്ക് കാലിര കൊടുത്ത വീരക്കരു സിദ്ദീഖ് ആ മാളത്തിൽ ആ മടയിൽ അന്ന് റസൂലുള്ളാഹി ഹിജ്റ പോണ സമയത്ത് വാർ സൗറിന്റെ ഗുഹയിൽ കേറിയിട്ട് ആദ്യം കേറിയതാരാ? സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് ശീല കൊണ്ട് ഇങ്ങനത്തെ ക്ലോത്ത് കൊണ്ട് ഒക്കെ തുറ്റി അവസാനം ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ ഒരു മടയിൽ തന്റെ കാലിന്റെ എന്ത് വിരല്, തള്ള വിരല്, പെരുവിരല്, ഇവിടെ പറയും ചൂണ്ടൻ വിരല് അല്ലേ, കൊമ്പ് വിരല്, നക്കിനിക്കില് കൊമ്പ് വിരല് എന്നാ പറയാ. ആ കൊമ്പ് വിരല് വെച്ചു കൊടുത്തു ആര്? സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള ബിന്ദില് രസം തുറ്റ് ഫിണിക്ക് കാൽ ഇര കൊടുത്ത വീരക്കരു സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായി റസൂലുള്ളാഹിന്റെ മനസ്സിലുള്ളത് എന്താണെന്നറിയാം. റസൂലുള്ള എന്താ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായി ഹബീബായ തങ്ങളെ ഖൽബിന്റെ ഉള്ളിലുള്ളതറിയാം. അതുകൊണ്ട് പറയാണ് സിദ്ദീഖ് എന്നോര് പറയാണ്, യാ നബിയല്ലാഹ് ഇണ്ട് നമൈകളെ ഉമൈക്കൊണ്ട് ഉളർവീൻ വേഗം ഇകലാൽ. ഇകൽ എന്ന് പറഞ്ഞാൽ യുദ്ധം. ഈ യുദ്ധക്കളത്തിലേക്ക് ഞങ്ങളെയും കൊണ്ട് തങ്ങൾ പുറപ്പെടൂ നബിയെ. ഇകലാൽ റദീന, ഞങ്ങളെ യുദ്ധത്തിന് റെഡിയാണ്, തൃപ്തിയാണ്, സന്തോഷമാണ്, പൊരുത്തമാണ് നബിയെ. ഞങ്ങളെ കയ്യിൽ ആകെയുള്ള വാളിന്റെ എണ്ണത്രയാ 8 വാളാണ്. അതേ 1000-ഓളം വരുന്ന 950 950 ശത്രുക്കളോട് പടപൊരുതാനാകെ ഉള്ളത് എന്താണെന്നറിയോ? 8 വാളാണ്. സ്വഹാബത്തിന്റെ കയ്യിൽ ശരിക്കും നടക്കാൻ പോലും ചെരുപ്പില്ല. വാഹനമുണ്ടോ? വാഹനമില്ല. 150 കിലോമീറ്റർ സഞ്ചരിക്കാൻ ആകെ ഉള്ളത് 70 ഒട്ടകമാണ്, 5 കുതിരയാണ്. അപ്പങ്ങൾ വിചാരിക്കുന്ന പിന്നെ 70 5 75 ആൾക്കാർ വാഹനപ്പുറത്തല്ലേ? അല്ല, നമ്മളങ്ങനെ വിചാരിക്കുക. 75 ആൾ വാഹനപ്പുറത്തല്ലേ? അല്ല. എന്താ കാരണം? ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ, ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഒരാൾ 1 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു. നിങ്ങൾ ചോദിക്കാൻ നിൽക്കേണ്ട 1 കിലോമീറ്റർ നടന്നു എന്നല്ലേ ബുഖാരിയിലുള്ളതല്ല, അതിൽ സുമാർ പറയാൻ. 1 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോ ബാക്കിലേക്ക് നോക്കുമ്പോ കൂട്ടുകാരൻ നടന്നിങ്ങനെ വരണി, അയാളെ ചങ്ങായി നടന്നു വരികയാണ്. അപ്പൊ ചിന്തിക്കാണ്, എന്നെക്കാളും പ്രായമുള്ള ആളല്ലേ അയാള്. അതുകൊണ്ട് ഇറങ്ങിയിട്ട്
ആ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് മറ്റേ സ്വഹാബിയോട് കയറാൻ പറയാണ്. രണ്ടാമത്തെ സ്വഹാബി കുറച്ചങ്ങോട്ട് നടക്കുമ്പോഴേക്കും ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും ആ മഹാനായ സ്വഹാബി ഇറങ്ങിയിട്ട് മൂന്നാമത്തെ ആളോട് കയറാൻ പറയാണ്. അങ്ങനെ സ്വഹാബികളൊക്കെയും നടന്നവരാണ്. സഹീഹുൽ ബുഖാരിയിലുണ്ടല്ലോ ഉസ്താദുമാര് ബദരീങ്ങളെ ചരിത്രം പറയുമ്പോ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ നടന്ന ആള്, അതായത് തീരെ വാഹനപ്പുറത്ത് കയറാത്ത ആള് ആരാണ്? തീരെ കുതിരപ്പുറത്ത് കയറാത്ത, തീരെ ഒട്ടകപ്പുറത്ത് കയറാത്ത ആള് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടപ്പോ, ഈ ഹബീബായ തങ്ങൾ ഇങ്ങനെ നടക്കുന്നു കണ്ടപ്പോ വല്ലാത്ത ബേജാറ് സ്വഹാബത്തിന്. സ്വഹാബത്ത് പറഞ്ഞു, കാരണം നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കേറൂല. 2 കാരണം അത് ബുഖാരിയിലുണ്ട്. എന്തേ? ഒന്നാമത്, അള്ളാഹു നിങ്ങൾക്ക് നൽകും പോലെ പൊരുത്തം, അള്ളാന്റെ ഫളില്, അള്ളാന്റെ അജ്റ്, അള്ളാന്റെ സവാബ് അള്ളാഹ് നൽകുമ്പോ എനിക്കും അത് വേണ്ടേ? ഞാൻ അതിൽ നിന്ന് വലിയല്ലോ. രണ്ടാമത് പറഞ്ഞത്, നിങ്ങളൊക്കെ ആണ് വാഹനപ്പുറത്ത് കയറേണ്ടത്, ഞാൻ നടക്കും. എന്തുകൊണ്ട്? എനിക്ക് ആഫിയത്ത് കൂടുതലാ. എല്ലാ അമ്പിയാക്കന്മാരും അങ്ങനെ തന്നെ, ആഫിയത്ത് കൂടുതലാ. അമ്പിയാക്കന്മാര് ഞങ്ങളെ മാതിരിയാണോ? ആണോ? ആണോ? അമ്പിയാക്കൾ ഞങ്ങളെ മാതിരി സാധാരണ മനുഷ്യനാണെന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട്. ആ പറയുന്ന ആൾക്കാർ, അങ്ങനെ പറയുന്നവർ, അമ്പിയാക്കന്മാര് സാധാരണ മനുഷ്യരാണെന്ന് പറയുന്നവർ, അവര് സാധാരണ മനുഷ്യനുമല്ല, അവരും ആ പറയുന്ന ആള് മനുഷ്യനുമല്ല, 4 കാലിയല്ല. 4 കാലുള്ളതിനേക്കാളും അപ്പുറത്താണ്. 4 കാലുള്ളതിനാണെങ്കിൽ അറിയില്ല. ഒരാടിനെ നമ്മൾ പോറ്റുന്നുണ്ടെങ്കിൽ അല്ലേ, നമ്മള് ആ അങ്ങാടിയിൽ നിന്ന് പൊള്ളായി ടൗണിൽ നിന്ന് ഔത്തിക്കൊണ്ട് വരുമ്പോൾ ഞങ്ങളെ പരിയിലൊരു ആടുണ്ടെങ്കിൽ, ആദ്യസ്ഥാന്റെ പരിയിൽ ആടുള്ളത് ആരെ വരില്ലേ? അൽഹംദുലില്ലാ, ആടിനെ പോറ്റാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും പറയലുണ്ടോ ദൈവം ഉണ്ടെങ്കിൽ? മറുസദ് ഉസ്താദിന്റെ ഔത്തുണ്ട്, പടച്ചോനെ വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ആ പണി, ആടിനെ പോറ്റിയാന്നല്ല പണി, ആരെടുത്ത പണിയാണ്? മറുസദ് ഉസ്താദ് അല്ല എടുത്തത്, എല്ലാ അമ്പിയാക്കളും എടുത്ത പണിയാണ്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. ആ കിടാക്കളെ പോറ്റുന്നതിന്റെ ചെറിയൊരു ട്രെയിനിങ് ആണ് ആടിനെ പോറ്റുമ്പോൾ. അത് നമ്മളെ നാട്ടിൽ കുറവാ. മക്കത്തൊക്കെ പോയാൽ 500, 800 ഒക്കെ ആടിനെ ഒരാൾ പോറ്റുക അല്ലേ? ഇവിടെ ഉണ്ടാവും, സദസ്സിലുണ്ടാവും ആ ജോലി ചെയ്ത ആൾക്കാർ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് പറയാണ്, പറയാണ്, ഞങ്ങൾക്ക് യുദ്ധം തൃപ്തിയാണ് നബിയേ. ഞങ്ങളുടെ കയ്യിൽ വാളുകളില്ലാത്തത് പ്രശ്നമില്ല. ആകെ 8 വാളാണ് സ്വഹാബത്തിന്റെ കയ്യിലുള്ളത്. കാലുമ്മൽ ചെരുപ്പില്ലാത്തത് പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഭക്ഷണമില്ലല്ലോ, കഴിക്കാൻ കുടിക്കാൻ വെള്ളമില്ലല്ലോ. സ്വഹാബത്ത് പറഞ്ഞത് ബുഖാരിയിലുണ്ടല്ലോ, അതേ റസൂലുള്ളാഹിന്റെ കൂടെ ബദറിലേക്ക് പോയപ്പോഴും, ഉഹദിലേക്ക് പോയപ്പോഴും, ഖന്ദഖിലേക്ക് പോയപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് വിശപ്പ് മാറ്റാൻ ഒരു ഭക്ഷണവുമില്ല. അപ്പൊ റസൂലുള്ളാഹി പറയാണ്, നിങ്ങളാണ് വാഹനപ്പുറത്ത് കയറേണ്ടത്, എനിക്ക് വാഹനം വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ ഫുള്ളായിട്ട് നടന്നു. അങ്ങനെയല്ല, നിങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കേട്ടിട്ടില്ലേ? സുലൈമാൻ അലൈഹിസ്സലാം പറയാണ്, ഇന്ന് രാത്രിയിൽ എന്റെ ഭാര്യമാരുമായിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിലേർപ്പെടും. എത്ര ഭാര്യമാര്? എത്ര ഭാര്യമാര്? 100. എന്റെ 100 പെഞ്ഞായിമാരുമായിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും. ആരാ പറഞ്ഞത്? സുലൈമാൻ നബി അലൈഹിസ്സലാം. പടച്ചോനെ, ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ പേര് പറഞ്ഞതിന്റെ ബർക്കത്ത് കൊണ്ട് ആ പറഞ്ഞ ആൾക്കും കേട്ട ഞങ്ങൾക്കും വലിയ ആഫിയത്ത്, ത്വാഖത്ത്, ഖുവ്വത്ത് നൽകണേ അല്ലാഹ്. ഇപ്പൊ 35 വയസ്സുള്ള ഒരാൾ സ്വന്തം പെഞ്ഞായിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? തമാശ പറയല്ല, ഷുഗർ വന്നിട്ട് നാടി നരമ്പുകളെല്ലാം തളർന്നു പോകുന്ന കാലമാണ്. സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖുവ്വത്ത് ഏറ്റിത്തരണേ അല്ലാഹ്. കുടുംബ ജീവിതങ്ങളെ റാഹത്താക്കി തരണം അല്ലാഹ്.
ജിന്നും മിൻസുമടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദു ഒരു കഥയോ നിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാലോ ജിന്നും മിൻസുമടക്കി ഒതുക്കി സുലൈമാൻ നബിയുള്ളാഹ് ജഗതലപതികൾക്കധിപതിയായി വാഴുമ്പോൾ ഗദഗദ സ്വരമിൽ ഹുദുഹുദ് ഒരു കഥയോ നിത്തിരു സവിധത്തിൽ അധിപതിയ പുതുമക്കഥ കേട്ട ജബാലോ. എന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞത് ബുഖാരിയിലുള്ളതാ, മിഷ്കാത്തിലുണ്ട് ഹദീസ്. എന്തെന്നറിയോ? 100 ഭാര്യമാരുമായിട്ട് ഞാൻ ശാരീരിക ബന്ധത്തിലേർപ്പെടും. ആ 100 ഭാര്യമാരും 100 മക്കളെ പ്രസവിക്കും. 100 ഭാര്യമാര് 100 ആണുമക്കളെ പ്രസവിക്കും. ഓരോ ആണുമക്കളും ഓരോ ഫാരിസാകും. അള്ളാന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന കുതിര പടയാളികളാകും. പക്ഷേ 99 പെഞ്ഞായിക്കും ഗർഭമുണ്ടായില്ല. 99 ഭാര്യമാർക്ക് ഹംലുണ്ടായില്ല. അല്ലെ? അങ്ങനെയല്ലോ ഹദീസിലുള്ളത്. ഹംലുണ്ടായ ഭാര്യക്കോ പ്രസവിച്ചു നോക്കുമ്പോ കുട്ടി ജീവനില്ലാത്ത കുട്ടിയാണ്. എന്താ കാരണം? എന്തെങ്ങനെ സംഭവിച്ചു? ഒരു വാക്ക് പറയാൻ വിട്ടുപോയതാ. ഏത് വാക്കാ പറയാൻ വിട്ടുപോയത്? ഇൻഷാ അല്ലാഹ്. കണ്ട ഉസ്താദ് അപ്പൊ അനൗൺസ് ചെയ്യുമ്പോ അങ്ങനെ പറയണം. നാളെ നമുക്ക് വയത് പറയുന്ന ഉസ്താദ് ഫുലാൻ ഇബ്നു ഫുലാൻ മുസ്ലിയാരാണ്. ഇൻഷാ അല്ലാഹ്. നമ്മളെ മദ്രസ ആ കുട്ടി അങ്ങോട്ടാ പോണെന്നാവും. അൽഹംദുലില്ലാഹ്. മൂപ്പർക്ക് എന്തോ ഒരു ടെലിഫോൺ വന്നപ്പോ പോവാണല്ലേ, സാരമില്ല. അൽഹംദുലില്ലാഹ്. അത് മനുഷ്യന്മാരാകുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലെ. മലക്കുകൾക്കാണ് ഒരു കുഴപ്പമില്ലാത്തത്. മലക്കുകൾക്ക് മൂത്രമൊഴിക്കാൻ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാനും നിങ്ങളൊക്കെ മനുഷ്യന്മാരാണ്. അള്ളാഹു നമ്മളെ മൂത്രമൊഴിക്കുന്നതിലും തപകൂലി എല്ലാത്തിലും റബ്ബേ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നല്ലോണം ആമീൻ പറഞ്ഞോളി. ചില ആൾക്കാർക്ക് മൂത്രം വെറുതെ ഉറ്റിപ്പോവുക, ചില ആൾക്കാർക്ക് ബന്ധായിട്ട് വലിയ ബേജാറായിട്ട് ഭയങ്കര നൊമ്പലം. അള്ളാഹുവെ ബറക്കത്തോടുകൂടി എല്ലാം സംഗതിക്കും തൗഫീഖ് നൽകണേ അള്ളാഹ്. ചില ആൾമാർക്ക് ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത തമാശ പറയല്ല, ഭയങ്കര അസുഖങ്ങളുള്ള കാലമാണ്. അള്ളാഹു ഈ പഞ്ചസാരന്റെ സോക്കട് പോലത്തെ രോഗമുള്ളവർക്ക് റാഹത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ സയ്യിദുനാ സുലൈമാൻ നബി 100 പെഞ്ഞായിമാരെ തൃപ്തിപ്പെടുത്തിയില്ലേ? അതൊക്കെ തൃപ്തിപ്പെടുത്ത റാഹത്തോടു കൂടി ജാമിഉ എന്നുള്ള പേര് മഹാനവറുകൾ സർഫാക്കി. നല്ല റാഹത്ത്. പക്ഷെ മക്കളുണ്ടായില്ല. എന്താ കഴിയോ? നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. 100 ഭാര്യമാരെ ഒരു ഭാര്യന്റെ അടുത്ത് പോയി തൃപ്തിപ്പെടുത്തി. കണ്ടോ? അമ്പിയാക്കള് സാധാരണ മനുഷ്യന്മാരല്ല. അവരെ ബുദ്ധി സാധാരണ ബുദ്ധിയല്ല. 150 കിലോമീറ്റർ ഒരേ നടത്തം അള്ളാന്റെ റസൂലും നടന്നിട്ടും റസൂലുള്ളാഹിക്കൊരു വിഷയമല്ല. അങ്ങനെ റമദാൻ 16 അസ്തമിച്ച 17-ാം രാത്രിയിൽ 17-ാം രാവിൽ അന്നൊരു വെള്ളിയാഴ്ച രാവാണ്. അള്ളാന്റെ ഹബീബായ തങ്ങളും സ്വഹാബികളും അതാ ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. സുമാർ ഒരു 4 കൊല്ലത്തിലേറെ മുമ്പ്, ഒരു 20 കൊല്ലം മുമ്പ് ഞാൻ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്നും ഈ കാസർഗോഡ് ജില്ലയിൽ കൊടിയമ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് പരിപാടിക്ക് വേണ്ടി വരികയാണ്. എന്റെ കൂടെ വേറൊരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഒരു വയസ്സായ ഉസ്താദ് അങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് രണ്ടാൾക്കും സീറ്റുണ്ട്. എനിക്ക് സീറ്റുണ്ട്, എന്റെ കൂട്ടുകാരനിക്കും സീറ്റുണ്ട്. വയസ്സായ ഉസ്താദിന് സീറ്റ് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടക്കുമ്പോ ഞാൻ പറഞ്ഞു, ആ ഉസ്താദ് അവിടെ പോയി ഇവിടെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞു, എന്റെ കൂടെ ഇരിക്കുന്ന ഫാറൂഖ് എന്ന ബാലക്കാരനോട് ഞാൻ പറഞ്ഞു, അയാൾ ഒരു പ്രായമുള്ള ഉസ്താദല്ലേ, നീ ഒന്ന് എണീച്ചാൽ അയാൾക്ക് ഇവിടെ ഇരിക്കാമല്ലോ. അങ്ങനെ അയാളെ ഞാൻ ഇരുത്തി. ഫാറൂഖ് എണീച്ചു. അപ്പൊ അയാൾ ചോദിച്ചു, ആ ഉസ്താദ് എന്നോട് കേട്ടു, നിങ്ങൾ എങ്ങോട്ടാ പോണത്? ഞാൻ കൊടിയമ്മ പള്ളത്തിമാർ അങ്ങോട്ട് പോവാൻ. എന്തിനാ പോണേ? ബദരീങ്ങളെ ചരിത്രം പറയാൻ പോവാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, റമദാൻ എത്ര ഡേറ്റിലാണ്, ഏത് ഡേറ്റിലാണ് ബദരീങ്ങൾ അവിടെ എത്തിയത്? ഞാൻ ആ ഉസ്താദിനോട് പറഞ്ഞു, 16 അസ്തമിച്ച 17-ന്റെ രാത്രിയാണ്. എന്നോട് കേട്ടു, അത് മോയിൻകുട്ടി വൈദ്യരെ പാട്ടിലുണ്ടോ? ഞാൻ പാടിക്കൊടുത്തു. അമരഫാദ് റമദാൻ 17 അരിമാക്കീളം വെള്ളി ഇരവിൽ സമയമിലത്താനത്തേത്തി
അടിത്താർ ഹൈമ കമർഗീരി ചേർത്തോരും അരികോരും പുരിയും വീട്ട് മുതിരവെ ആനെ ബാധരണ്ട് തനത്തെ എന്റെ ചെറുപ്പത്തിൽ പലരും പാടുന്ന പാട്ടാണ്. ഞാൻ ചെറിയ കിടാവായപ്പോ എന്റെ ഉമ്മ ഇങ്ങനെ പാടും. അറിയുന്നവരുണ്ടെങ്കിൽ പാടിക്കോളൂ. രണ്ടും നിണ്ട് തീഹമിന്ന് ഇഹ്റാജായുള്ളോരിൽ അഹ്വാഫാറ്റ് ശുചായികളേതെല്ലാമുണ്ട് ഹോദിഡോവീൻ. അമര ഫളിൽ പെറ്റ റമദാൻ 17 അരിമക്കിളം വെള്ളി ഇരവിൽ, അതൊരു വെള്ളിയാഴ്ച രാവാണ്. ആ ഉസ്താദിനിക്ക് ഞാൻ ചൊല്ലിക്കൊടുത്തു, ഇങ്ങനെ പാടിക്കൊടുത്തു. അത് പാടിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഉസ്താദിന്റെ എന്റെ തൊട്ടടുത്ത് വലത്തെ ഭാഗത്തിരിക്കല്ലേ ഉസ്താദ്, ആ ഉസ്താദിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോഴേക്കും ആ ഉസ്താദിന്റെ കണ്ണിന്ന് കണ്ണീരിങ്ങനെ തോരാതെ ഒഴുകുകയാൻ. ആ ഉസ്താദ് ഇന്ന് ഖബറിലാണ്. കണ്ടങ്ങൾ പഴയ ആലിമീങ്ങൾക്ക്, പഴയ കാലത്തുള്ള സാലിഹീങ്ങൾക്ക് കാരണം എന്താണെന്നറിയോ? ആ 150 കിലോമീറ്റർ ബഹുമാനപ്പെട്ട സ്വഹാബത്തും അള്ളാഹുവിന്റെ റസൂലും കൂടി നടന്നവർക്ക് ഭക്ഷണമില്ല, കാലുമ്മ ചെരുപ്പില്ല, എന്തോ ഒരു ചൂടാണ്. സുഹൃത്തുക്കളെ, ഇവിടെ ഈ കർണാടകയിൽ തന്നെ ഒരു ഉസ്താദിനെ ഞാൻ കണ്ടു. അയാൾക്ക് ഭയങ്കര ഷുഗറാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ അവിടെ വേദന പോയപ്പോ എന്താ സുന്ദരഘട്ട എന്തോ ഒരു ഘട്ടന്റെ ഭാഗത്ത് അവിടെ ഉള്ള ഉസ്താദ്. അയാള് മദീനത്ത് പോയപ്പോ അയാളുടെ ചെരുപ്പ് പോയി. ചെരുപ്പില്ല, ചപ്പലില്ല. അയാള് മദീനത്തെ ഭൂമിയിൽ ചവിട്ടിപ്പോയി. അവിടുത്തെ ചൂടുള്ള പെരും മണ്ണിൽ ചവിട്ടി. അപ്പൊ മനസ്സിലായില്ല കുറച്ച്, കാരണം അയാൾക്ക് ഷുഗർ ബാധിച്ചു പോയി. അയാളെ കാലിന്റെ അടിയിലുള്ള തൊലി മുഴുവൻ ഉരുകി വലിച്ചു പോയി. അത് അയാൾ അറിഞ്ഞില്ല, ഗൊന്തില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾക്ക് അല്ലാഹു ശിഫ നൽകണേ. അല്ലാഹ് പകുതി മുക്കാലും ശിഫായി അറിഞ്ഞത് അല്ലാഹു കാമിലാക്കി കൊടുക്കണേ അല്ലാഹ്. സുഹൃത്തുക്കൾ, അത്ര വലിയ ചൂടാണ് ഇന്നും മദീനത്തെ ചൂട്, അറബ് നാട്ടിലെ ചൂട്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നടന്നു പോകുമ്പോ അത് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഈ ഉസ്താദിന്റെ കണ്ണിന്ന് കണ്ണീര് വരികയാണ്. അതാണ് ഞാനും ആ ഉസ്താദും തമ്മിലുള്ള ആദ്യത്തെ പരിചയം. ആ ഉസ്താദിനോട് പറയാണ്, സീറത്തുൽ ഹലബിയിൽ ഇങ്ങനെ തന്നെ ഉണ്ട്. അതേ 16 സ്തമിച്ച 17-ാം രാത്രിയിൽ, അതായത് വെള്ളിയാഴ്ച രാത്രിയാണ്, അന്ന് ബഹുമാനപ്പെട്ട സ്വഹാബികൾ ബദരീങ്ങൾ എത്തിയത്. ബദറിലെത്തിയത് അന്നാണെന്ന് കിതാബിലുണ്ട്. എന്നോട് പറഞ്ഞ ഉസ്താദിന്റെ പേരാണ് ഷറഫുൽ ഉലമ അബ്ബാസ് ഉസ്താദ്. ബദരീങ്ങളെ ഹാദിമായ ആ ഉസ്താദിനെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അങ്ങനെ അന്ന് രാത്രി ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് അവിടെ ഉറങ്ങുകയാണ്. പകല് മാത്രമേ യുദ്ധം ഉണ്ടാവുള്ളൂ, നേരം വെളുത്തിന് ശേഷം മാത്രമേ യുദ്ധം ഉണ്ടാവുള്ളൂ. മനസ്സിലാകുണ്ടോ? രാത്രിയുണ്ടാവില്ല, അപ്പുറത്ത് ശത്രുക്കളുണ്ട്. രാത്രിയില്ല, അവരൊക്കെ നേരത്തെ ഉറങ്ങുന്നവരാണ്. സ്വഹാബത്ത് ഇശ കഴിഞ്ഞാൽ, സുന്നത്തുകാരൻ കഴിഞ്ഞാൽ ചില സ്വഹാബികൾ അപ്പം തന്നെ വിത്രിസ്കരിക്കും. ചില സ്വഹാബികൾ നട്ടപ്പാതിരാക്കി തഹജ്ജുദിന് എണീക്കുമ്പോ വിത്രിസ്കരിക്കും. അങ്ങനെ വിത്രിസ്കാരം കഴിഞ്ഞുകൊണ്ട് സ്വഹാബത്ത് ഉറങ്ങി. അവര് സാധാരണ തഹജ്ജുദിന് വേണ്ടി എണീക്കുന്ന പതിവുള്ളവരാണ്. അല്ലാഹു ഞങ്ങൾക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലുള്ള മഹാന്മാര് മലായിക്കത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ബദരീങ്ങൾ നട്ടപ്പാതിരാക്കി എഴുന്നേൽക്കുന്ന പതിവുള്ളവരായ സ്വഹാബത്ത് വളരെ ക്ഷീണിച്ച് 150 കിലോമീറ്റർ നടന്നു വന്നവരാണ്. ആ സ്വഹാബത്ത് നടന്നു വന്ന സ്വഹാബത്ത് കിടന്നതോടുകൂടി, നിലത്ത് കിടന്നതോടുകൂടി ഉറങ്ങിപ്പോയി. ക്ഷീണം കൊണ്ട് അവരാകെ ടയേർഡായി ഉറങ്ങിപ്പോയി. നട്ടപ്പാതിരാക്കി എണീക്കുകയാണ്. എന്തിനാ എണീക്കണത്? തഹജ്ജുദ് നിസ്കരിക്കാൻ. തഹജ്ജുദ് നിസ്കരിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്.
എണീച്ച സമയത്ത് നോക്കുമ്പോൾ അധികം ആൾക്കാർക്കും ജനാപത്ത് ഉണ്ടായിട്ടുണ്ട്, കുളിക്കാൻ ഫോർമായിട്ടുണ്ട്. അതിന് തണ്ണി ഉണ്ടോ കുളിക്കാൻ? ഇല്ല. ഊതുടുക്കാൻ തന്നെ വെള്ളമില്ല. ഹബീബായ തങ്ങളടുക്കൽ ചെന്നിട്ട് അവര് സങ്കടം പറയാണ്, നബിയെ ഞങ്ങൾക്ക് കുളിക്കണം, ജനാപത്ത് കുളിക്കണം, വെള്ളമില്ല, ഊതുടുക്കണം, നിസ്കരിക്കണം. അങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹിനോട് പറയാണ്, മഴ വേണം, ഞങ്ങൾക്ക് വെള്ളം വേണം നബിയേ. എന്നിട്ട് പറയുമ്പോ അതാ റസൂലുള്ളാഹിനോട് പറയുമ്പോ അതിന്റെ ഇടയ്ക്ക് പല വിഷയങ്ങളുണ്ട്. മനുഷ്യന്റെ കോലത്തിൽ ഇബ്ലീസ് വന്നത് കിതാബുകളിലുണ്ട്. അത് മോയിൻകുട്ടി വൈദ്യര് പാട്ടാക്കുന്നുണ്ട്. ബിരീദർ സഹബാർകളിൽ മശഖത്തും ബൻഹുസ്നായി സമയമിൽ ബലഹിൽ ശൈത്താനിർതടി കോലമു ചുരയായി. ഇങ്ങനത്തെ ചെളിയൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു കണ്ണൻ ചായക്ക് കൊടുക്കൽ നല്ലതാണ്. സാരല്ല, ഇനിയിപ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം കണ്ണൻ ചായ കുടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വ്യവസ്ഥ നേരത്തെ തന്നെ ഉണ്ടാക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നല്ലോണം ആമീൻ പറഞ്ഞുകൂടി കണ്ണൻ ചായ കുടിക്കാനുള്ള ദുആണ്. അപ്പൊ എന്താ അവര് അടുത്ത ഒരു കൊല്ലത്തിന് എന്തായാലും മരിക്കൂല. ആ ദുആ അല്ലാഹ് കബൂലാക്കിയത്. അപ്പൊ എന്തേ പറഞ്ഞത്? വലിയ സങ്കടമായി. ഒന്ന് എണീച്ചു നിൽക്കുക. അൽഹംദുലില്ലാഹ്, ഞങ്ങളെ ക്ഷീണങ്ങളെ മാറ്റണേ അല്ലാഹ്. ആ കിടാവ് ഖുർആൻ ഹിഫ്ള് പഠിക്കണ കുട്ടിയല്ലേ മോനെ? ആ കുട്ടി മുന്നിലിരിക്കും, ഇവിടെ മുന്നിലിരിക്കും, എതിരിലിരിക്കും. ഹാഫിളീങ്ങളായ കുട്ടികൾക്ക് വലിയ ബഹുമാനമാണ്. അല്ലാഹ് ഖുർആൻ ഓതാൻ തന്നെ ഞങ്ങൾക്ക് മടിയാണ്, ഞങ്ങൾക്ക് ശൈത്വാന്റെ ശർറാണ്. സ്വഹാബത്തിന്റെ അടുക്കലും ശൈത്വാൻ വന്നു, പക്ഷേ ശൈത്താന്റെ പണി ഏശയില്ല. ജിന്നോരു പൈതല് ജിന്നിനും ഇൻസിനും മറ്റേ മലക്കിനും ഞാനീവ എല്ലാവർക്കും മെയ്യേ ശൈഖ് നോവാർ ചൊല്ലിക്കോളൂ. യാ സയ്യിദി സനദി ഗൗസി വായ മദദി കുല്ലി ളഹീറൻ അലൽ. നിങ്ങളൊക്കെ ട്യൂണ് ശരിയാണില്ല. യാ സയ്യിദി സനദി ഗൗസി വയ മദദി. ഖുതുബിയത്തിന്റെ വാർഷികല്ലേ, ഒന്ന് ചൊല്ല് മോനെ. യാ സയ്യിദി സനദി ഗൗസി വയ മദദി കുല്ലി ളഹീറൻ അലൽ أعداء بالمدد مجير إرضي وخذ بيدي مدى مدد خليفة الله فينا محيي الدين يا محيي الدين يا محيي الدين. ذكر إن شاء الله. അപ്പൊ അല്ലാഹ് എന്താ പറഞ്ഞത്? ശൈഖുന എ പി ഉസ്താദ് ഇവിടുത്തെ ഖാദിയാണ്. ഇന്ന് തിരൂരിൽ എന്റെ നാട്ടിലാണ് സ്വീകരണ സമ്മേളനം. എ പി ഉസ്താദ് ശൈഖുന ദി ഗ്രാൻഡ് മുഫ്തി ഓഫ് ഇന്ത്യ. ആ ഉസ്താദ് ഞാൻ ചെറിയ കുട്ടിയായ സമയത്ത് ചൊല്ലുന്നത് ഞാൻ കേട്ടതാ. എന്ത് യാ മുഹിയ്യദ്ദീനി. ഉസ്താദ് അങ്ങനെ ചൊല്ലി, യാ മുഹിയ്യ, രണ്ട് യാവിന്. യാ മുഹിയ്യദ്ദീനി യാ മുഹിയ്യദ്ദീനി യാ മുഹിയ്യദ്ദീനി അബ്ദുൽ ഖാദിർ ജിലാനി. ഇബ്ലീസ് വന്നിട്ട് പറയാ, ആരോട്? ബദർക്ക് പോകുമ്പോ നരർത്തടി കോലം ഉറ്റുരയായി മനുഷ്യന്റെ കോലത്തിൽ ഇബ്ലീസ് വന്നു. നരർത്തടി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കോലത്തിൽ ഇബ്ലീസ് വന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? തീരനൻ ഖുറൈശിൽ തിരിശത്തിൽ മുക്കിയ ആശിഖീങ്ങൾ അദീർ അഹ്മദിൻ ദീൻ അകത്തിരുമാം വഖത്തുകളിൽ തൊഴുകലുമാം. നിങ്ങൾക്ക് തൊഴുകണ്ടേ, നിസ്കരിക്കണ്ടേ, എനിക്ക് തണ്ണി വേണ്ടേ, ഒതുക്കാൻ വെള്ളം വേണ്ടേ? നിങ്ങളെ ഹത്തിന്റെ ആൾക്കാരൊന്നും അല്ല. ആണെങ്കിൽ നിങ്ങൾക്ക് തണ്ണി കിട്ടേണ്ടതല്ലേ? ഒരൊറ്റ തുള്ളി തണ്ണി ഇല്ലല്ലോ. ഇബ്ലീസ് പറയാണ്, തീരനൻ തിരിശത്തിൽ മുക്കിയ ആശിഖീങ്ങൾ അദീർ ദീനകത്തിരുമാം വഖത്തുകളിൽ തൊഴുകലുമാം. അപ്പൊ സ്വഹാബത്തിൽ
സ്വഹാബത്തിന് ഒരു വിഷമമായി. അങ്ങനെയാണ് റസൂലുള്ളാഹിനോട് ചെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ അള്ളാഹിനോട് പറയേണ്ട താമസം നദിപടി തിശന്തേ പുനലാരികൾ തുടങ്ങിടേ ചൊരിന്ത് മൊത്തം അത് പരന്തൻ അരുളിനാൻ. എന്താണ് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. 4 ചക്രമുള്ള ഒരു കാർ അവിടെ നിർത്തിയിട്ടുണ്ട്, ഒരാളെ ഇനി ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഇങ്ങനെ നോക്കണ്ടേ, എപ്പോഴും കാണും. തയക്കടിഞ്ഞ ഒരു ഫ്ലൈറ്റൊക്കെ എയറോ ഫ്ലൈറ്റ് ഇവിടെ ഇറങ്ങിയാണെങ്കിൽ പുതിയൊരു അത്ഭുതമാണ്. ഒരു 4 ചക്രമുള്ള 4 വീലുള്ള കാർ ഇപ്പോൾ അവിടെ നിർത്തി ഒരാൾ ഇറങ്ങി, അതൊരു അത്ഭുതമൊന്നുമല്ല. അത് കാണാത്തവരുടെ അവിടെ ആരുമില്ല. മോനെ അവിടെ മോനെ പോയിക്ക, മൂത്രമൊഴിക്കാണ്ടെങ്കിൽ പോയിക്ക. ആ കുട്ടി ആകെ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ അള്ളാഹു എല്ലാ കിടാക്കൾക്കും നല്ല ധൈര്യം നൽകണേ അള്ളാഹ്. അള്ളാഹു എല്ലാ വാപ്പമാർക്കും ഉമ്മമാർക്കും കിടാക്കൾക്കും സ്വർഗം നൽകണേ അള്ളാഹ്. ഞങ്ങളെ കിടാക്കൾക്കൊക്കെ നല്ല ബറക്കത്തുള്ള പെഞ്ഞായിമാരെ നൽകണേ അള്ളാഹ്. ഞങ്ങളെ പെണ്ണുമക്കൾക്ക് ബറക്കത്തുള്ള അസ്വാജ് സൗജന നൽകണേ അള്ളാഹ്. തൗഫീഖ് നൽകണം അള്ളാഹ്. മഴ പെയ്തപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് അങ്ങോട്ട് അവിടെ ഒരു കുഴി 4 കല്ലിങ്ങനെ വെച്ചിട്ട് ഒരു ഹൗദ് പോലെ ആക്കി, ഒരു ടാങ്ക് പോലെ ആക്കി. അത് അവിടെ ഒരു കുഴി, ആ കുഴി ഒന്ന് ടാങ്ക് പോലെ ആക്കി എന്നൊക്കെ പറഞ്ഞ് നല്ല വാഹത്തായി. സ്വഹാബത്തിന്റെ ഭാഗത്ത് നല്ല കുഴി, നല്ല ഹൗദൊക്കെ ഉണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ മണ്ണുണ്ടല്ല, ചളി മണ്ണ്, മട്ടി നീച്ചകയാ, വെള്ളത്തിന്റെ താഴേക്ക് പോയി. എന്ത് മണ്ണ്, നല്ല പ്യൂർ വാട്ടർ. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കുളിച്ചു, ബഹുമാനപ്പെട്ട സ്വഹാബത്ത് കുടിച്ചു, ബഹുമാനപ്പെട്ട ബദരീങ്ങൾ നിസ്കരിച്ചു. ഒക്കെ റാഹത്തായി, ഭയങ്കര ഖുശിയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ നേരം വെളുത്തു, സുബഹി നിസ്കരിച്ചു, നിസ്കാരം കഴിഞ്ഞു. ഹബീബായ തങ്ങൾ റമദാൻ 8-ന് പുറപ്പെട്ടതാണ്. എവിടുന്ന്? മദീനയിൽ നിന്ന്. അന്ന് നോമ്പാണ്. സീറത്തു സയ്യിദുൽ ബശർ എന്ന കിതാബിൽ ഒരുപാട് നഖലുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഈ 8-ന് പുറപ്പെട്ടപ്പോഴും റസൂലുള്ളാഹിക്കും സ്വഹാബത്തിനും നോമ്പാണ്. 9-ന് റമദാൻ 9-നും നോമ്പാണ്. റമദാൻ 10-ന് നോമ്പ് തുറക്കാൻ, നോമ്പ് മുറിക്കാൻ പറഞ്ഞാൽ സ്വഹാബത്ത് മുറിക്കൂല. സ്വഹാബത്തിനിക്ക് റമദാൻ നോമ്പ് വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര പണിയാണ്, അത്ര വിഷമമാണ്. അപ്പൊ എന്ത് ചെയ്തു? അഫ്തറ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആദ്യം തണ്ണി കുടിച്ച് നോമ്പ് മുറിച്ചു. വഅമറ ബിൽ ഇഫ്താർ, അല്ലാതെ സ്വഹാബത്തിനോട് ആദ്യം റസൂലുള്ള തണ്ണി കുടിച്ചു. കാരണം എല്ലാവർക്കും വയ്യ, എല്ലാവർക്കും ക്ഷീണാണ്, നടക്കാൻ വയ്യ, പെരും ചൂടാണ്. അങ്ങനെയാണ് റമദാൻ 17-ാം രാത്രിയിൽ ബദറിൽ എത്തുന്നത്. നേരം വെളുത്തു. റമദാൻ 17-ന് വെള്ളിയാഴ്ച നേരം വെളുത്തു. സുഹൃത്തുക്കളെ, സ്വഫ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹ്. അപ്പുറത്ത് ശത്രുക്കളാണെങ്കിലോ മതമതിച്ച് കുതികുതിച്ച് പെണ്ണുങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് പെണ്ണുങ്ങൾ. ആരെ കൂടെ? അബൂജഹലിന്റെ കൂടെ, അല്ലേ? അബൂജഹലിന്റെ കൂടെ പെണ്ണുങ്ങൾ. അവരിങ്ങനെ പാട്ടുപാടുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് നല്ല പട്ടുമെത്ത വിരിച്ചു തരാം. മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക്, മുഹമ്മദിന്റെ ആൾമാരെ കയ്യും കാലും കെട്ടാക്കുന്നവർക്ക് ഞങ്ങൾ രാത്രിയിൽ നല്ലവണ്ണം ഞങ്ങൾ റാഹത്താക്കി തരാം, ഞങ്ങൾ സന്തോഷിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പാട്ടുപാടുകയാണ്. മുശ്രിക്കത്തായ പെണ്ണുങ്ങള്. സുഹൃത്തുക്കളെ, അപ്പൊ അബൂജഹലിനും നല്ല റാഹത്തായി, ബഹുത്ത് സിയാദ പസന്ദ് ഹോ ഗയാ എന്ന് പറഞ്ഞാൽ ഭയങ്കര റാഹത്തായി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്താ കാരണം? അബൂജഹലിന് ഉറപ്പാണ് മുഹമ്മദ് പരാജയപ്പെടും. ഈ മുഹമ്മദിന്റെ കൂടെയുള്ള ആൾമാരെ തലകൾ ഞങ്ങൾ മുറിച്ചെടുക്കും. ഉറപ്പാണ്. അബൂജഹൽ വിചാരിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? ശത്രുക്കൾ എത്ര പേരുണ്ട്? 950 ആൾക്കാരുണ്ട്. അവരുടെ കയ്യിൽ 100 കണക്കിന് വാളുകൾ, പരിച, അമ്പ്, വെല്ല്, കുന്തം, ബമ്മ, വെൺമഴു, പടത്തൊപ്പി, പടക്കുതിര, പടക്കുതിര എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറിയിട്ട് യുദ്ധം ചെയ്യാനുള്ള പടക്കുതിര, കത്തി, കവണ, നെറുമി, ചവളം, കുന്തം, വലക്കത്തുണ്ടാക്കി എല്ലാം എന്നാൽ സ്വഹാബത്തിന്റെ കയ്യിലോ കുച്ച് നഹീ ഹേ, ഒന്നുമില്ല.
അള്ളാന്റെ റസൂലിനോടുള്ള ആദരവല്ലാതെ ഒന്നുമില്ല. ആകെ എത്ര വാളാണ് സഹാബത്തിന്റെ കയ്യിൽ? 8 വാൾ. അതാരെ 8 ഉറക്കെ പറഞ്ഞത്? പടച്ചോനെ, ബദരീങ്ങളെ കയ്യിലുള്ള 8 വാളിന്റെ ബറക്കത്തുകൊണ്ട് അയാളെയും ഒരു വാളാക്കണേ അല്ലാഹ്. വാള് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് പറഞ്ഞില്ല, ഇന്ന റസൂല ലസൈഫുൻ യുസ്തവാഉ ബിഹി. അള്ളാന്റെ റസൂല് വാളാണ് എന്ന് ആര് പറഞ്ഞു? കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. ഹഖിന്റെ ശത്രുക്കളോട് പടപൊരുതുന്ന സൈഫാകാൻ വാള്. അറബി വാക്കിൽ സൈഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വാള് എന്നാണ്. അതാരാ പറഞ്ഞാളെന്ന് അറിയിച്ചിപ്പോ നാളെ കാണാൻ വേണ്ടിട്ട് എനിക്ക് ഉത്തരം ഉറക്കെ പറഞ്ഞ ആൾക്കാരോടൊക്കെ വലിയ റാഹത്ത്. എഴുന്നേൽപ്പിക്ക്. നിങ്ങളുടെ പേര് മുഹമ്മദ് എന്നല്ലേ? മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉപ്പാപ്പാന്റെ പേരാണ് ഇസ്ഹാഖ് അല്ലേ? അതെ, ഖജാൻജിയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല മൂപ്പർക്ക് കൂടുതൽ മൂപ്പരെ പണപ്പെട്ടിയിൽ മൂപ്പരെ സ്വന്തം പൈസയും നമ്മളെ ജമാഅത്തിന്റെ പൈസയും നല്ലോണം നിറച്ചു കൊടുക്കണേ അല്ലാഹ്. ജമാഅത്തിന്റെ പൈസ ജമാഅത്തിന് വേണ്ടി ചെലവാക്കാനുള്ളതാണ്, അയാളെ സ്വന്തം പണം അയാളെ കിടാക്കൾക്ക് വേണ്ടി ചെലവാക്കാനുള്ളതാണ്. രണ്ടും ഏറ്റി ജാസ്തിയാക്കി കൊടുക്കണേ അല്ലാഹ്. ഇസ്ഹാഖ് എന്ന പേര് ആരെ മോനാണത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മോനാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇതല്ല ഈ ഇരിക്കുന്ന ആൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോനെന്നല്ല പറഞ്ഞത്. ഇസ്ഹാഖ് എന്ന നബി അലൈഹിസ്സലാം ഇബ്രാഹിം എന്ന നബിയുടെ മോന്റെ പേരുള്ള ആളാണ്. ഇബ്രാഹിം നബിക്ക് എത്ര മക്കളാണ്? പറഞ്ഞോളി, തെറ്റിയാൽ തപ്പുവായാലും ഒരു കുഴപ്പമില്ല. ഇതിപ്പോ ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമായ ഒരു മസാലൊന്നും അല്ല, അറിഞ്ഞാൽ നല്ലതാണ്, അത്രേ ഉള്ളൂ. ഇബ്രാഹിം അലൈഹിസ്സലാമിന് എത്ര മക്കളാ? പറഞ്ഞോളൂ. രണ്ടല്ലേ? എത്ര? 2. പറഞ്ഞത് ശരിയാണ്. അപ്പൊ 3 എന്ന് പറഞ്ഞാലോ അതും ശരിയാണ്. കാരണം 2 ഏതാറുണ്ടല്ലോ, അപ്പൊ ശരിയാണല്ലോ. 3 ഉണ്ടെന്ന് അറിയണമെങ്കിൽ അപ്പൊ 2 എന്നുള്ളത് ശരിയാണോ? ആണ്. 3 എന്ന് പറഞ്ഞാൽ ശരിയാണോ? ആണ്. 4 മക്കളാന്ന് പറഞ്ഞാലോ അപ്പൊ ശരിയാണോ? ശരിയാണ്. കാരണം 2 മക്കളുണ്ടായിട്ട് അതിന്റെ മേലല്ലേ പിന്നെ 4. അങ്ങനെ പറഞ്ഞത് ശരി, തെറ്റൊന്നുമില്ല. ചെറിയൊരു കുറവുണ്ട് തോന്നുന്നു, ആ എണ്ണത്തിൽ കുറച്ചൊരു കുറവുണ്ട് തോന്നുന്നു. 2 എന്നുള്ള ഉറപ്പ് തന്നെയാണ്. ആദ്യം 2 മക്കളുണ്ടായിട്ടുള്ള 3ാമത്തെ കുട്ടി ഉണ്ടാവുക അല്ലേ? തഫ്സീർ ഇബ്നു കസീർ പറയുന്നു, പോയി 3 മക്കളുണ്ട്. എത്ര മക്കൾ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം എനിക്ക് ഒറ്റ കുട്ടിയില്ലാതെ കുറെ കാലം ദുആ നടന്നു. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ആ ദുആന്റെ ഫലം കൊണ്ട് ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിക്ക് സാറയിലുണ്ട് കടശി സൂത്തിരനുണ്ട് ജനിക്കപ്പെട്ടെ വിവിധ കരുണയായി ഇസ്ഹാഖ് അവർ പേരിട്ടേ കൊള്ളയ വളർത്തപ്പെട്ടേ വരൂതായിങ്കൻ സർവ ഗുണസമ്പൂർണരായേറ്റം വളർന്നയായി തറസലല്ലാഹ് ഉടനെ ബദരീ മണിമോള. ഞാൻ SSLCക്ക് പഠിക്കുന്ന കിടാക്കൾക്കൊക്കെ ഒന്ന് ദ്വാരക്കണം എന്ന് വിചാരിച്ചപ്പോൾ 9ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടി എണീച്ചു പോണത്. ആയിക്കോട്ടെ, അല്ലാഹു തആല അടുത്ത കൊല്ലം 10-എത്താൻ ആ കുട്ടിക്ക് തൗഫീഖ് ചെയ്യട്ടെ. 10-എത്തിയിട്ട് കാര്യമില്ല. ആരപ്പോ ഇതിലുള്ള SSLCക്ക് ഇരിക്കുന്ന മക്കളാരാ? ഇപ്പൊ പഠിച്ചുകൊണ്ടിട്ടുള്ള മക്കളാരാ? SSLCക്ക് പഠിക്കുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടോ? ക്ഷമ ഉണ്ടായിരുന്നൊരു കുട്ടിയുണ്ട്, ആഷിഖ് പോയി ചെയ്യും. ഉണ്ട് ബദരീങ്ങളെ ചരിത്രം പറഞ്ഞ മജ്‌ലിസിൽ വെച്ച് ദുആർന്നാൽ ഉറപ്പായിട്ട് എക്സാമിൽ പാസ്സാവും. അതാ വേണ്ടത്. ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് ദുആക്കാൻ പോവാണ്. എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഇരിക്കണം. ബദരീങ്ങൾ അസ്മാഇ ചൊല്ലുന്ന മജ്‌ലിസിലും ബദരീങ്ങളെ ചരിത്രം പറഞ്ഞ മജ്‌ലിസിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അത് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ്. പറയാണെങ്കിൽ ഒരുപാട് അനുഭവം പറയാനുണ്ട്. ഈ ബദരീങ്ങളെ ചരിത്രം റമദാൻ മാസത്തിൽ ഞാൻ പറയുമ്പോ അതെ തിരൂര് കോട്ടുകുറുക്കൻകുന്ന് ഒരു സ്ഥലത്തിന്റെ പേരാണ്. അന്നെനിക്ക് 19-ഓ 20-ഓ വയസ്സുള്ള കാലമാണ്. റമദാനിൽ നോമ്പ് നോറ്റ് രാത്രിയിൽ ഇങ്ങനെ ചരിത്രം പറയുമ്പോ അവിടെയുള്ള ഒരാള് വന്നിട്ട് പറയാണ്, എന്റെ മോള് 13 വയസ്സുള്ള മോള്
തലക്ക് നൊമ്പരമായി കിടന്ന് പടയുകയാണ് ഉസ്താദേ, ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അന്ന് 7 ദിവസത്തെ തുടർച്ചയായ പരിപാടിയാണ്. കല്ലിങ്ങൽ പരീക്കുട്ടികാക്കാന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ പ്രധാന സംഘാടകൻ. അൽഹംദുലില്ലാഹ് നമ്മൾ ദുആ ചെയ്തു. അന്ന് എനിക്ക് 20 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ മജ്‌ലിസിൽ വെച്ച് ദുആ ചെയ്തു. മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിന്റെ 13 വയസ്സുള്ള പെൺകുട്ടിന്റെ ബാപ്പാനെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ അന്ന് നിങ്ങൾ ദുആ എന്നപ്പോ നിന്നതാണ് ആ രോഗം. എന്റെ 13 വയസ്സുള്ള മോളെ തലനൊമ്പരം അന്ന് സ്റ്റോപ്പായതാണ്. 6 മാസം കഴിഞ്ഞു. പിന്നെ ഇതുവരെ രോഗം വന്നിട്ടില്ല. അല്ലാ ഞങ്ങളെ ഖൽബിന്റെ രോഗങ്ങളെ ശിഫയാക്കി തരണേ അല്ലാ. 6 മാസത്തിന് പിന്നെ ആ രോഗം ഉണ്ടായിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ എന്തേ പറഞ്ഞറിയോ സുഹൃത്തുക്കളെ? എത്ര മക്കള്? ഇബ്രാഹിം നബിക്ക് എത്ര മക്കള്? ആദ്യം കണ്ട നിങ്ങൾ പഠിച്ചില്ലേ? അങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ 2 എന്ന് പറഞ്ഞാൽ വളരെ ഹൈറായി. എനിക്ക് ഇതിനോട് ഒരു വെറുപ്പുമില്ല, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉത്തരം പറയുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് അല്ലാഹു തആല കൂടുതൽ മക്കളെയും മക്കളെയും ഖിയാമത്ത് നാൾ വരെ ബറക്കത്തുള്ള മക്കളെ തലമുറകളെ നിലനിർത്തണേ. അയാൾക്കും ഞങ്ങൾക്കും നിലനിർത്തണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ബറക്കത്തുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. നിങ്ങളെ പേരെന്താ? ബദരീങ്ങളിൽപ്പെട്ട ഒരാളെ പേരല്ലേ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽ പെടൂല, സ്വഹാബിയാണ്. ബദരീങ്ങൾ എന്ന് പറഞ്ഞ ആ മഹത്വത്തിൽ പെടാൻ ആർക്ക് പറ്റിയിട്ടില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു മോശക്കാരനൊന്നുമല്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ബദരീങ്ങളെ കൂടെ കൂടിയിട്ടില്ല. മൂപ്പര് ആരെ കൂടെ എന്നറിയോ? അബൂജഹലിന്റെ കൂടെ. മുശ്രിക്കൊന്നുമല്ല. അങ്ങനെ മുസ്ലിം ആയോ ആയില്ലേ? ഇസ്ലാം കൊണ്ട് ഹുക്മ ചെയ്യാൻ ഏതായാലും അയാൾ മുസ്ലിമാണ്, അസ്ലമ ഇസ്ലാം ആയിട്ടുണ്ട് എന്നങ്ങട്ട് പറയാനുള്ള ആ ഹുക്മ ചെയ്യാനുള്ള വകുപ്പിലെത്തിയിട്ടില്ല. മനസ്സുകൊണ്ട് മുൻപരിക്ക് വിശ്വാസമുണ്ട്. ആർക്ക്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. മുസ്ലിം ആയി എന്ന് ഹുക്മ ചെയ്യണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിട്ട് നാവ് കൊണ്ട് ഡിക്ലെയർ ചെയ്യണം. നാവ് കൊണ്ട് ഡിക്ലെയർ ആയിട്ടില്ല, മനസ്സിന് വിശ്വാസമൊക്കെ ഉണ്ട്. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ആര്? അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ കൂടെ വന്നിട്ടുണ്ട്. ബദറിന്റെ പടക്കാലത്തിൽ അബൂജഹലിന്റെ കൂടെ എന്തിനാ വന്നത്? റസൂലുള്ളാഹിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണോ? അല്ല. കാരണം എല്ലാരും മുന്നിലേക്ക് നിൽക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും ബാക്കില്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമക്ക് പിന്നെ എന്തിനാണ്? വലിയ കച്ചവടക്കാരനാണ്. ആര്? അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഈ അബൂജഹലിനോട് നിങ്ങൾ വരണം, നിങ്ങൾ മക്കത്തെ ഞങ്ങളെ നേതാവല്ലേ, നിങ്ങൾ മൂപ്പരല്ലേ, കേക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒപ്പം വന്നു. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു അറിയാം ഈ ശൈത്താന്റെ അടുത്ത് പൈസ കിട്ടാണ്ട് ഈ ഹമുക്കിന്റെ കൂടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പേരും പറഞ്ഞിട്ട് തരൂല. ഏതായാലും ആട്ടെ കിടക്കട്ടെ, നമ്മൾ പറയില്ല. ഞങ്ങളെ നാട്ടിൽ ശരിക്കുള്ള ഇഖ്ലാസ് ഇല്ലാത്ത നിസ്കാരമാകുമ്പോ ഔക്കോയാക്കും വേണ്ടി 2 റക്അത്ത് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ മാതിരി അബു ജാഹിലി വേണ്ടിയുള്ള വരവാണ് ബദറിൽ. അങ്ങനെ വന്നപ്പോ ആ ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവരെന്ത് ചെയ്തു? പലതുണ്ട്. അബ്ബാസ് എന്നവരെ വക കുറെ ഒട്ടകങ്ങളെ കൊടുത്തു. എല്ലാരും തരണം, പൈസ തരണം, അങ്ങോട്ടും ഇങ്ങോട്ടും. അബൂജഹൽ ഇങ്ങനെ പറഞ്ഞപ്പോ ഈ സൈന്യത്തിനിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറച്ചി തിന്നാൻ വേണ്ടി ഒട്ടകത്തിന് തരണം. അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തു 10 ഒട്ടകം. അപ്പോൾ എന്താ പറയാ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചെന്താ? മനുഷ്യന്മാര് തിന്നല്ലേ, ഭക്ഷണം കഴിക്കല്ലേ, ഏത് കുരുപ്പളെങ്കിൽ തിന്നോട്ടെ, ഏത് ഹലാക്കിന്റെ ഔലി കഞ്ഞിക്ക് ഭക്ഷണം കൊടുത്താലും നല്ലതല്ലേ എന്നുള്ള നിലയ്ക്ക് മഹാനവർകൾ കൊടുക്കാൻ താല്പര്യമുള്ള ആളാണ്. 10 ഒട്ടകത്തിന് കൊടുത്തു. ടോട്ടൽ എത്ര ഉണ്ടായിരുന്നു? അശറ ഒരു ദിനം 9 തലനാളിൽ അവര് 10 ഒട്ടകത്തിനെ അറക്കല്. മുശ്രിക്കീങ്ങൾ ബദറിലേക്ക് വരുമ്പോ ഓരോ ദിവസം 950 ആൾമാർക്ക് തിന്നാൻ വേണ്ടി എത്ര ഒട്ടകം? 10 ഒട്ടകം അല്ലെ? 100 നരക്കൊരു ബുഖത്ത് മതി. 100 ആൾമാർക്ക് ഒരു ഒട്ടകം. 100 ആൾമാർക്ക് ഒരൊട്ടകത്തിനെയാണ് അവർ തിന്നുന്നത്. എന്നാൽ ഇന്ന് അറബികൾ ഒരൊട്ടകത്തിന് അറുത്താല്, കല്യാണത്തിന് മംഗലത്തിന് ഒരു ഒട്ടകത്തിന് അറുത്താല് 100 ആളല്ല, 200 ആളല്ല, 500 ആളാണ്. ഇന്നത്തെ കാലത്ത് 450, 500 ആള് പങ്കെടുക്കുന്ന മംഗലത്തിന് അറക്കുന്നത് ഒരൊട്ടകത്തിനെയാണ്. കണ്ടോ? അന്ന് മുശ്രിക്കീങ്ങൾക്ക് എങ്ങനെ ഇതിന്റെ ആഫിയത്ത് കൂടാതിരിക്കുക? ഇമാം ബഹുമാനപ്പെട്ട നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ പറയാണ്, ഏറ്റവും മനുഷ്യൻ എഫക്റ്റീവായ ഇറച്ചി ഏതാണെന്നറിയോ? ഏതാ?
എഫക്റ്റീവായ ഇറച്ചി ഒട്ടകത്തിന്റെ ഇറച്ചിയാണ്. നുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിലുണ്ട്. അത് കഴിഞ്ഞ പിന്നെ രണ്ടാം സ്ഥാനത്തുള്ള ഇറച്ചി ഏതാണ്? അത് ആട്ടിറച്ചിയാണ്. ഇന്നിപ്പോ ഞാൻ ആട്ടിറച്ചി തിന്നു. ഒരു വീട്ടിൽ നിന്ന്, നമ്മളെ ഹൈദരാജിന്റെ വീട്ടിൽ നിന്ന്, റബ്ബേ ഞങ്ങൾക്കും അയാൾക്കും ഒട്ടകത്തിന്റെ ഇറച്ചി സ്വർഗത്തിൽ വെച്ച് കഴിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അയാളെ ബാപ്പാന്റെ പേരെന്താണ്? അബൂ ഹാജിയാണ്. അതുപോലെ അയാളെ ആ ബാപ്പ മരിച്ചുപോയി, സ്വർഗം നൽകണേ അല്ലാഹ്. ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അയാളെ ഉമ്മാക്കും എന്റെ ഉമ്മാക്കും ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഷാഫി മദനി ഉസ്താദിന്റെ വാപ്പക്കും ഉമ്മാക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമ്മൾ പറഞ്ഞറിയോ, അങ്ങനെ ബദറിന്റെ പടക്കം അതെ പെണ്ണുങ്ങളെ ഉസ്താദ് വന്ന് പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് പോകുന്നുണ്ട്. കറാമത്തുള്ള ബക്കറ്റ്, അവിടുത്തെ ബക്കറ്റ്, അതല്ല ബക്കറ്റ് പോകുന്നത്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ബക്കറ്റ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബക്കറ്റുമായിട്ട് പ്രവർത്തകര് വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ബദരീങ്ങളെ ചരിത്രം പറയുന്ന മജ്ലിസാണ്. ബദരീങ്ങളെ പേര് തല്ലി തുടങ്ങിയ മജ്ലിസാണ്. എന്താണ് ബദരീങ്ങളെ കൊടി പിടിച്ച നേതാക്കന്മാര്? മുസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും സഅദ് ബിൻ മുആദ് തങ്ങളുടെയും അലിയാർ തങ്ങളുടെയും ബറക്കത്താണ്. ഈ മജ്ലിസിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നല്ല പൈസ ഇട്ട് കൊടുക്കണം അല്ലാഹു. ഞങ്ങളെ പെങ്ങന്മാർക്ക് മുഴുവനും ബറക്കത്തുള്ള വരുമാനം നൽകണേ അല്ലാഹ്. ആമീൻ പറയുമോനെ. അവരെ കിടാക്കൾ ഗൾഫിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഖൈറ് ബറക്കത്ത് നൽകണം അല്ലാഹ്. റമദാൻ 17 നേരം വെളുത്തപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഫ് ഇങ്ങനെ കെട്ടുകയാണ്. സ്വഫ് കെട്ടുമ്പോ ഉറപ്പിപ്പനരു കേട്ടു സ്വഹാബാക്കൾ ദിലത്തെ ഉശർമയും കൊടികളും മണികളിൽ പിടിത്തേ വരുവാനും വേണ്ടി കൊള്ളകൊണ്ട് നേരായി നിറുത്തേ മയമുണ്ടി അഴികരുക സബ് ചെറുപ കരുത്തേ ബഹുമാനപ്പെട്ട റസൂലുള്ള സ്വഹാബത്തിന്റെ സ്വഫ് ഇങ്ങനെ ശരിയാക്കിയാണ്. ഹബീബായ തങ്ങളെ കയ്യിലൊരു ചെറിയ വടിന്റെ ഒരു ഖദീബ് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനം മരത്തുമുണ്ടാകുന്ന ഒരു അലച്ചിനി. തെങ്ങിന്റെ അതേമാതിരി തന്നെയാണ് ഈത്തപ്പന മരം. നിർത്തും ഞാൻ 10:55 നിർത്തും. അതിനപ്പുറം പോകില്ല. കാരണം എനിക്ക് ട്രെയിനിന് പോകാനുണ്ട്. നാളെ ജുമഅക്ക് ഖുതുബുള്ളത് കൊണ്ട് പെട്ടെന്ന് പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രാത്രിയിലുള്ള യാത്ര എനിക്ക് തീരെ താല്പര്യമില്ലാത്ത. പിന്നെ ഈ ഉസ്താദുണ്ടല്ലോ, നമ്മൾ ഈ മർഹദ് ഉസ്താദ്, നിങ്ങൾ ഇവിടുത്തെ ഖതീബ് ഉസ്താദിന്റെ മൂത്തോൻ, അയാൾ എന്നും വിളിക്കും 5 വട്ടം. ഉസ്താദേ നിങ്ങൾ വരണം, ഉസ്താദേ നിങ്ങൾ വരണം. അങ്ങനെ ഒരു സുഖം പുറത്തില്ലാതായിട്ട് പറഞ്ഞാണ് ഞാൻ. അപ്പൊ പിന്നെ അങ്ങനെ ഒരാൾ വിളിക്കുമ്പോ പിന്നെ മോശമല്ലേ. അയാളാണെങ്കിൽ ഞാൻ അറിയുന്ന ഒരാൾ ഇസ്മായിൽ ഉസ്താദിനെയും അതുപോലെ തന്നെ മർഹദ് ഉസ്താദിനൊക്കെ ഞാൻ ഹാഫിദീങ്ങൾ അവരൊക്കെ അല്ലാഹു തആല അവരെ വിളിയെ നമ്മൾ കബൂലാക്കണല്ലോ, സ്വീകരിക്കണല്ലോ. അല്ലാഹു നാളെ സ്വർഗത്തിലേക്ക് പോകുമ്പോഴും അവരെ കെയർ ഓഫിൽ കഴിച്ചിലാകാൻ ഹാഫിദീങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള പവറുണ്ട് എന്ന് കിതാബുകളിൽ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പവർ അവർക്കും നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഹിഫ്ളിന് പഠിക്കുന്ന കിടാക്കൾക്കൊക്കെ നൽകണേ അല്ലാഹ്. ആമീൻ. ഖബൂലാക്കണേ അല്ലാഹ്. സുഹൃത്തുക്കളെ, അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ള സ്വഫ് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഖദീബ്, ഒരു ചെറിയ ഒരു കൊള്ളിൽ ഒരു ചെറിയ കമ്പ്. ഇത്രയൊന്നും വണ്ണം എന്റെ വിരലിന്റെ വണ്ണമൊന്നും ഇല്ല. ഖദീബ് മനസ്സിലായോ? ഈ തെങ്ങിന്റെ അലച്ചിൽ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. ഈ തെങ്ങിന്റെ ഒരുപാട് ഇങ്ങനെ ഒരു കൊമ്പ് ഇതുള്ള അലച്ചിൽ. ഇവിടെ എന്താ സംഗതി മനസ്സിലായില്ലേ? അത് നമ്മൾ ചെറിയ കിടാക്കളൊക്കെ അടിക്കാനൊക്കെ പറ്റും. എന്റെ വാപ്പൊക്കെ ഒരുപാട് അടിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തെങ്ങിന്റെ അലച്ചിലുകൊണ്ട് പഴയ കാലത്ത് അല്ലാഹു തആല വാപ്പാക്ക് സ്വർഗത്തിൽ വലിയ പദവി നൽകണേ അല്ലാഹ്. അതേമാതിരി തെങ്ങിനുള്ള മാതിരി ഈത്തപ്പന മരത്തിനൊക്കെ ഉണ്ട്. അതിൽപ്പെട്ട ഒരു ചെറിയ കമ്പിങ്ങനെ എടുത്തിട്ട് റസൂലുള്ള കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, മോനെ നിങ്ങൾ കുറച്ച് ബാക്കിൽ നിൽക്ക്, മോനെ നിങ്ങൾ സ്വഫ് ശരിക്കും നിൽക്ക്, മടമ്പൊപ്പിച്ച് നിൽക്ക്, നിങ്ങൾ കുറച്ച് മുന്നിക്ക് നിൽക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വഫ് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ഇടയിന്ന് സവാദന്റെ അസ്ഹാബി നിലക്കൈ ഇടം പാദം ഉടൽ അല്പം തഖദ്ദമായി തരിക്കൈ. ഇടയിന്ന് സവാദന്റെ അസ്ഹാബി നിലക്കൈ ഇടം ഖദം ഉടൽ അല്പം തഖദ്ദമായി തരിക്കൈ. സവാദ് ഇബ്നു വസീ